എന്നിട്ടും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു അപ്പനും അമ്മയുണ്ട്. നിങ്ങളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എനിക്ക് ജീവിക്കട്ടെ. എല്ലാവരും ടോർച്ചർ ചെയ്യുമ്പോ കൊള്ളുന്ന മൊത്തം എനിക്കാ. ഞാൻ ഒരാളെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന അഗ്നിയാറ്റ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അഗ്നിയാറ്റ ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗിലെ ഇച്ചാനും കുഞ്ഞാറ്റയും തമ്മിലുള്ള പ്രശ്നം ആദ്യമായ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചുകൊണ്ട് കുഞ്ഞാറ്റ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന് പിന്നാലെ ഒരു ഭീഷണി വീഡിയോ ആയിട്ട് ഇച്ചായം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിമിഷങ്ങൾക്കകം പുള്ളിക്കാരൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുങ്ങി. പക്ഷെ പേടിക്കേണ്ട, ആ വീഡിയോ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. പക്ഷെ അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും ടോപ്പായി നിന്ന ഫാമിലി വ്ളോഗ് ചാനലായിരുന്നു ഈ പറയുന്ന മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്. ഒരു കപ്പിളിന്റെ ചാനലാണ്. ഇതിലെ ഇച്ചാനും കുഞ്ഞാറ്റയും ശരിക്കുമുള്ള പേര് ഇതല്ലേ കേട്ടോ. ഇവര് ചാനലിൽ വേണ്ടി സ്വീകരിച്ച നിക്നെയിം ആണ്. ഇതിലുള്ള പെണ്ണിന്റെ പേര് ജിസ്ബി എന്നുള്ളതാണ്, ചെക്കന്റെ പേരോ അമലു. ഇവർക്ക് ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട്, മിക്കു എന്നുള്ളതാണ് ആ കുഞ്ഞിന്റെ പേര്. എനിവേ ഈ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇച്ചാന് ജോലികളൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ വെറുതെ കുത്തിരികൾ തന്നെയായിരുന്നു ആശാന്റെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തിയിരുന്നത് കുഞ്ഞാറ്റ ഒറ്റക്കായിരുന്നു. വീട്ടുജോലികളാണെങ്കിലും വീട്ടിലേക്കുള്ള പണം സമ്പാദിക്കലാണെങ്കിലും A to Z കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞാറ്റ ഒറ്റക്കായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞാറ്റയ്ക്ക് മാൾട്ടയിലേക്ക് പഠിക്കാൻ അവസരം വരുന്നതും കുഞ്ഞാറ്റ അങ്ങോട്ട് പോകുന്നതും. അങ്ങനെ ആ പോക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചെന്നുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കുഞ്ഞാറ്റ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും അതിൽ കുഞ്ഞാറ്റ പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരുപാട് സമയം എടുത്തെടുത്ത തീരുമാനമാണ്, സൂയിസൈഡ് ചെയ്യുന്നതിലും ഭേദം ഡിവേഴ്സ് ആണല്ലോ എന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഒരുപാട് ആളുകൾ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് ഈ പറയുന്ന കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതോടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ഹിന്റ് എന്നോണം ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാർ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാകെ പുള്ളിക്കാർ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കാണാൻ പറ്റാത്ത പല ചാറ്റുകളും കണ്ടു, ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത പല പ്രവൃത്തികളും അയാളിൽ നിന്നുണ്ടായി, അത് കാരണമാണ് ഡിവേഴ്സ് സംഭവിച്ചെന്നുള്ള രീതിയിൽ ഒരു സൂചന മാത്രം നൽകി. അതും പറഞ്ഞ് ഈ ചാപ്റ്ററും ക്ലോസ് ചെയ്ത് കുഞ്ഞാറ്റന്റെ വഴിക്ക് പോയി. പക്ഷെ അതിനുശേഷം ഈ ഇച്ചായൻ എന്ന് പറയുന്നവൻ എന്താക്കി, ഈ അവസരം മുതലാക്കിക്കൊണ്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി, ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് പിന്നിലുള്ള ഇന്റൻഷൻ ക്ലിയർ ആയിരുന്നു. ഈ കോൺട്രവേഴ്സി മുതലാക്കിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ടുവരിക, ഇത് മാത്രമായിരുന്നു ഇതിന് പിന്നിലുള്ള ഇച്ചായന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇച്ചായൻ എന്ന് പറയുന്നവൻ എന്താക്കി, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അതിൽ കുറെ നന്മ മരം ചമഞ്ഞുകൊണ്ട് കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് കാരണം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഇതും പറഞ്ഞുകൊണ്ട് പിന്നെ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇതിനൊക്കെ നല്ല വ്യൂസും കയറാൻ തുടങ്ങി. ഇതോടെ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ വളർത്തി കൊണ്ടുവരിക എന്നുള്ള ഇവന്റെ ലക്ഷ്യം വിജയിച്ചു കേട്ടോ. വെറും ഒരു മാസം കൊണ്ട് ഈ ചാനൽ കയറിയത് 23,000 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇടുന്ന ഒട്ടുമിക്ക വീഡിയോകൾക്കെല്ലാം 1,00,000 മുകളിൽ വ്യൂസും കയറാൻ തുടങ്ങി. ഇവൻ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും കിട്ടാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇവനൊരു വീഡിയോ അങ്ങ് ചെയ്തു, മിക്കുവിനെ കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട്. മിക്കു എന്ന് പറയുന്നത് അറിയാലോ, ഇവരുടെ കുഞ്ഞിന്റെ പേരാണ്. ആക്ച്വലി ആ കുഞ്ഞ് ഈ അമ്മയുടെ കസ്റ്റഡിയിലാണ്. അമ്മ വീട്ടിലാണ് താമസം. അമ്മ മാൾട്ടയിലാണെങ്കിലും അമ്മയുടെ വീട്ടുകാരാണ് നോക്കുന്നത്. അപ്പൊ കുഞ്ഞിനെ കാണാൻ വേണ്ടി അച്ഛനായിട്ടുള്ള ഇച്ചായം പോകുന്ന വീഡിയോ ആണിത്. വീട്ടിലേക്കല്ല കേട്ടോ ഇവിടെ ഇച്ചായം പോകുന്നത്, കുഞ്ഞ് പഠിക്കുന്ന അംഗനവാടിയിലേക്കാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോയിൽ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. എന്തോ ഇത് കാരണം ഒരു മാസമായി ഞാൻ കൊച്ചിനെ കണ്ടിട്ട്. അവനെ കണ്ടിട്ട് ഇന്നത്തേക്ക് ഒരു മാസം 4 ദിവസമായി എന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ 4 ദിവസമായി. കാരണം കഴിഞ്ഞ മാസം 4-ാം തീയതി കണ്ടതാ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും ദിവസങ്ങളിൽ. എന്തായാലും ഞാൻ പോയി കാണട്ടെ കേട്ടോ. കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം, കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ദേ അങ്കമാടിയിലുണ്ട് കേട്ടോ. അങ്ങനെ വിടുന്നില്ല, എന്തല്ലോ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റിയില്ല. അപ്പം പോവാ ഞാൻ. അപ്പോൾ ശരി. അപ്പം ഇനിയിപ്പം അപ്പം കാണാം. അപ്പോൾ ഞാൻ ദേ മിക്കുവിനെ കാണാൻ നടന്നില്ല, മിക്കുവിനെ കണ്ടില്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ. കുഞ്ഞിനെ കാണാൻ വേണ്ടി ബസ്സും കയറി അതുവരെ പോയിട്ട് കുഞ്ഞിനെ കാണാൻ പറ്റാണ്ട് മടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പരിതാപകരം തന്നെ. എന്തായാലും ഇച്ചായന്റെ അഭിനയം കൊള്ളാം, എന്നാലും ഇച്ചിരി കൂടി റെഡി ആവാണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ വീഡിയോക്ക് താഴെ ഈ ഇച്ചായൻ എന്ന് പറഞ്ഞവൻ ഒരു കമന്റ് ചെയ്ത് പിന്ന് ചെയ്ത് വെക്കുകയും ചെയ്തു. നമുക്ക് എന്തായാലും ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. അത് എല്ലാവരും അറിയാൻ മിക്ക അംഗനവാടിയിൽ ഇല്ലായിരുന്നു. അവന് കുറച്ച് ദിവസങ്ങളായിട്ട് അംഗനവാടിയിൽ വരണില്ല എന്നാണ് അറിഞ്ഞത്. എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ കാണാത്തത്. ഇങ്ങനെ ഒരു കമന്റ് ഇവൻ പോസ്റ്റ് ചെയ്ത് പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഓഡിയൻസ് എന്താ വിചാരിക്കുക, കുഞ്ഞിനെ എവിടേക്കും വിടാതെ അമ്മയും അമ്മയുടെ വീട്ടുകാരും പിടിച്ചു വെച്ചതാണ് എന്നുള്ളതാണ്. അല്ലെ, അതും അച്ഛനെ കാണിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചതാണെന്ന് വരെ തെറ്റിദ്ധരിച്ചവരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഇച്ചായം പോസ്റ്റ് ചെയ്തതോടെ ഇതും പറഞ്ഞ് ഒരുപാട് ആളുകൾ കുഞ്ഞാറ്റയെ സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതോടെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ കുഞ്ഞാറ്റ നിർബന്ധിതയായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതുവരെ മൗനം പാലിച്ച കുഞ്ഞാറ്റ തുറന്ന് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. നമ്മൾ എന്തായാലും കുഞ്ഞാറ്റയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം. ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി. അതുകൊണ്ടാണ്
ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ എനിക്കിതിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ ഒരു 2023 ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും, ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞുണ്ട്, അപ്പൊ അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട്, അതായത് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത്. ഈ ഇടയുണ്ടായി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേനെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാക്ഷിയെ അനുവദിച്ചില്ല. കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, ഞാൻ എന്റെ വീട്ടുകാർ വെറുപ്പിച്ചാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം മനസ്സിലായല്ലോ. അതായത് ഇച്ചായൻ എന്ന് പറയുന്നവൻ അവിഹിതത്തിന് പോയി, അത് പുള്ളിക്കാര് പൊക്കി. അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അത് ഡയറക്ട്ലി പറയാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇൻഡയറക്ട്ലി പറഞ്ഞു എന്ന് മാത്രം. കാണുന്ന ഏതൊരാൾക്കും ഇത് കലങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി കുഞ്ഞാറ്റത്തൊന്നും വീടായിട്ട് തുറന്ന് പറയണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാകും? അപ്പുറത്ത് ഒരുത്തന്നെ യൂട്യൂബ് ചാനലും തുടങ്ങി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കല്ലേ. എത്രാന്ന് വെച്ചാൽ മിണ്ടാതിരിക്കും അല്ലേ? ഇവിടെ ഇച്ചായൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരാണത്. സ്വന്തം ഭാഗത്താണ് തെറ്റെന്ന് അറിഞ്ഞിട്ട് കൂടിയും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി ഇമാതിരി പ്രവർത്തനം കാണിക്കാൻ എന്താ ആവശ്യം ഉണ്ടായിരുന്നു? മിണ്ടാതിരുന്നാ പോരെ. ഇത് ചൊറിഞ്ഞ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇനി കുഞ്ഞിനെ എന്തുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അംഗനവാടിയിലേക്ക് വിടുന്നില്ല എന്നുള്ള മറുപടിയും കൂടി കുഞ്ഞാറ്റ നൽകുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. അപ്പൊ മിക്കുവിനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അപ്പനെ കാണിക്കുന്നില്ല, ഞാൻ ഭയങ്കര ക്രൂവലാണ്, ഷെയിം ഓഫ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു, യൂട്യൂബിൽ കമന്റ് ബോക്സിലും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചിന്റെ അപ്പന് കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിക്കുവിനെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട്. ആരും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുകയോ ചെയ്യല്ല. നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണ്. അത് അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അതായത് നഴ്സറിയില് കൊച്ചിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ വിട്ട സമയത്ത് വേറൊരാള് പുറത്തുനിന്നുള്ള, അപ്പനല്ലാതെ പുറത്തുനിന്ന് ഒരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു. ഇൻ കേസ് ആ പുറത്തുനിന്ന് വന്ന ആള് എന്തെങ്കിലും മിഠായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, കൊച്ചത് മേടിക്കും, കൊച്ചത് കഴിക്കും. ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇൻ കേസ് സംഭവിച്ചു എന്നല്ല, സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? ആരുടെ കയ്യിൽ? ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുവിനെ വേണം. അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം. മിക്കുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്. അവനൊരു ജീവിതം, അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ മുന്നോട്ട് ജീവിച്ചത്. ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും. അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇടയ്ക്ക് ഇച്ചാൻ എന്ന് പറയുന്നവൻ തന്റെ സുഹൃത്തിനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി കുഞ്ഞിന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സുഹൃത്ത് കുഞ്ഞിനെ പോയി കാണുകയും കുഞ്ഞിന്റെ അടുത്ത് പോയി ഇച്ചാന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് കുഞ്ഞാറ്റ പറഞ്ഞു വെക്കുന്നത്. അപരിചിതരായിട്ടുള്ള ഒരാൾ കുഞ്ഞിന്റെ അടുത്ത് വന്നു കുഞ്ഞിനെ വീഡിയോ കോൾ ചെയ്ത് പോയി എന്നുള്ള രീതിയിൽ. ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അംഗനവാടിയിലേക്ക് പറഞ്ഞയക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ. പുറത്തുനിന്നും ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി തരികയാണെങ്കിൽ അത് വാങ്ങി കഴിക്കാതിരിക്കുക എന്നുള്ളത്. അതല്ലാതെ ഇതും പറഞ്ഞ് കുഞ്ഞിനെ വീട്ടിൽ പിടിച്ചു വെക്കുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞാണ്, എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ പബ്ലിക്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. എനിവേ, അപ്പൊ ഇത്രയും കാലം എന്ത് പറയരുതെന്ന് കുഞ്ഞാറ്റ് വിചാരിച്ച് നടന്നോ ആ കാര്യങ്ങളെല്ലാം ഇച്ചാൻ കാരണം തന്നെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ. ഇതോടെ ഇച്ചാന് വമ്പ നെഗറ്റീവായി. ഇത് ട്രിഗർ ആയിട്ട് ഇച്ചാൻ എന്താക്കി ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു. അതിൽ ഫുൾ ട്രിഗർ ആയിട്ടാണ് ആശാൻ സംസാരിക്കുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾ പുറത്തോട്ട് വിട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ ഒരാളെ കൊന്നിട്ടില്ല, ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല, ഒരാളെ വീട്ടിൽ നിന്ന് മോഷിച്ചിട്ടില്ല, ഒരാൾക്കൊരു നാശമെന്ന രീതി ചെയ്തില്ല, ഒരാൾക്കൊരു നാണക്കേട് ഉണ്ടാവുന്ന രീതിയിൽ ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെ, ആകെ ചെയ്തത് ഒരു പെണ്ണിനെ വഞ്ചിച്ച് അവിഹിതത്തിന് പോയി എന്നുള്ളതാണ്. അത് ഇത്ര വലിയ തെറ്റാണ് ഗൈസ്? നിങ്ങൾ തന്നെ പറ. അതിനെന്തിനാണ് ഒരാൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അല്ലേ? നീ ബാക്കി പറിച്ചായ
എന്നിട്ടും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു അപ്പനും അമ്മയുണ്ട്. നിങ്ങൾ അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എനിക്ക് ജീവിക്കട്ടെ. അതെ, ഇതൊന്നും നീ അഭിഹിതത്തിന് പോയ സമയത്ത് ചിന്തിച്ചില്ല അല്ലേ? നിനക്കൊരു കുഞ്ഞുണ്ട്, ഒരു ഭാര്യയുണ്ട്, അവർക്കൊന്നും ജീവിക്കേണ്ടേന്ന്. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടപ്പോ ആശ കരിഞ്ഞു വന്നേക്കുവാണ്. എനിക്കൊരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ട്, ഒരു കുഞ്ഞുണ്ട്, എനിക്ക് ജീവിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ആദ്യം ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് കരിഞ്ഞ് വീഡിയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരില്ലായിരുന്നു. എന്തായാലും നീ ബാക്കി പറ. എല്ലാവരും ടോർച്ചർ ചെയ്യുമ്പോ കൊള്ളുന്ന മൊത്തം എനിക്കാ. ഞാൻ ഒരാളെ സ്നേഹിച്ചതിന് പേരില് ഞാൻ അനുഭവിക്കുന്ന അഗ്നിയല്ല ഞാൻ അനുഭവിക്കുന്നുണ്ട്. അഗ്നിയല്ല. അച്ചോടാ, എന്തായാലും കുഞ്ഞാറ്റ അനുഭവിച്ചേണ്ട 10-1 അംശം പോലും നീ അനുഭവിച്ചു കാണില്ല. അത് വേറെ കാര്യം. ഒരാളെ സ്നേഹിച്ചതിന് പേരിൽ ഞാൻ അങ്ങേയറ്റം അനുഭവിച്ചു പോലും. എന്താനുഭവിച്ചെന്നാ നീ പറയുന്നത്? തട്ടി വിടന്നെ അങ്ങോട്ട്. എന്തായാലും നീ ബാക്കി പറ. എല്ലാവരും കൂടി എന്നെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആരും കാണുന്നില്ലേ? എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ എല്ലാം മനസ്സിലാക്കാതെ എന്റെ കൈ വിട്ടുപോയി തുടങ്ങി. എന്റെ കൈ വിട്ടുപോയി തുടങ്ങി കേട്ടോ. എന്റെ കൈ വിട്ടുപോയി തുടങ്ങി. എനിക്ക് ഇത്ര വരെ ഉള്ളൂ. ഞാൻ പോയി ഈ പറയുന്ന വയറിലും എന്തും ഇത് വേണമെങ്കിലും ഞാൻ എടുത്തു നോക്കും. എന്റെ കൈ വിട്ടുപോയി തുടങ്ങിയോടാ പറയുന്നത്. എന്റെ കൈ വിട്ടുപോയി. ഞാൻ മനുഷ്യനാണ് നിങ്ങൾ ഓർത്ത്. ആ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ തെറ്റുകൾക്ക് കാരണമുണ്ട്. ആ തെറ്റ് ഞാൻ അനുഭവിച്ച ടോർച്ചറുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാ, ഞാനങ്ങനെ എല്ലാവരും മുമ്പിൽ കരുതൽ വെച്ചല്ല. എനിക്ക് കുടുംബം ഉണ്ടാവുന്നത് മാത്രം ഞാൻ മിണ്ടാടിയിരിക്കുന്നത്. എന്തായാലും നീ തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ചല്ലോ, അത് മതി, അത് മാത്രം മതി. പിന്നെയും ഇവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ട്രിഗർ ആയിട്ട് പറഞ്ഞെന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വീഡിയോ ഇട്ട് നിമിഷങ്ങൾക്കകം തന്നെ ഇവൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം അത്രയും നെഗറ്റീവ് ഇത് കാരണം വരാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവനായിട്ട് അങ്ങോട്ട് പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതാണ്. മിണ്ടാതെ മര്യാദക്ക് ഒരു സൈഡിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നെഗറ്റീവ് വാങ്ങിക്കൂട്ടേണ്ട യാതൊരു ആവശ്യവും വരില്ലായിരുന്നു. ഇനി അങ്ങോട്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അങ്ങോട്ട് അനുഭവിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.